ഡ്യൂട്ടിയും കാര്യങ്ങളും പിള്ളേരെ നോട്ടമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ജസ്റ്റ് ഇന്ന് ഒരു 2-2.5 മണിക്കൂറുണ്ട് ഇവിടേക്ക്. അങ്ങനെ ഒരു വാം വെൽക്കമിങ് കിട്ടി. ഒരു വിൻറ്റേജ് റോൾസ് റോയ്സ് ആണ് ഇത്. ഓൺലൈനിൽ കൂടെ ടിക്കറ്റൊക്കെ എടുത്ത കാരണം ഞങ്ങൾ നേരെ സ്റ്റാമ്പ് ചെയ്ത് ഉള്ളിൽ കയറി. ഞങ്ങളൊരു 10-15 പേര് കൂടിയാണ് പോയായിരുന്നേ. ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വൈൻ ഷോക്കായിരിക്കേ. അതുകൊണ്ട് ഞങ്ങളൊരു ഹട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഹട്ടാണെങ്കിൽ സ്പെഷ്യലായിട്ട് കിഡ്സ് പാർക്കിൻ്റെ തൊട്ടടുത്തായിരുന്നു. അത് കാരണം പിള്ളേരെ അവിടേക്ക് അഴിച്ചിട്ടു. മീൻ പിടിക്കാനൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലം ഞാൻ സെലക്ട് ചെയ്തത്. പിള്ളേരൊക്കെ ഉള്ളാലും കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ചെന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അംഗത്തിന് തിരി കൊളത്താണേ. ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് മാരിനേറ്റ് ചെയ്ത കുറേ വെറൈറ്റി ചിക്കൻസ് ഉണ്ടായിരുന്നു. പിന്നെ പനീറും പ്രോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അവിടെ ഇതൊക്കെ അലൗഡ് ആട്ടോ, കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ലേ. എനിക്കിങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ ഇഷ്ടമല്ല. ഒരു 4-5 ഫാമിലിയും കിഡ്സൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ വൈബല്ലേ. കാര്യം ശരിയാട്ടോ, നമ്മുടെ ഏജിനനുസരിച്ചാണ് ഓരോ വൈബൊക്കെ മാറുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ബാച്ചലറായിട്ട് എൻജോയ് ചെയ്യുക, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വേറൊരു വൈബ്, പിള്ളേരായി കഴിഞ്ഞാൽ വേറൊരു വൈബ്. ഈ 3 വൈബിലും പിള്ളേരായിട്ട് പോകുന്ന കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വൈബ്. അപ്പോൾ ഓടിപ്പോയി ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ. നമ്മുടെ നാട്ടിലും ഇതേപോലെ ഒരു ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവരുടെ മീനുകളെല്ലാം ഇവിടെ വളർത്തുന്ന മീനുകളാട്ടോ. സംഭവം എന്തായാലും കുറേ ഓടി കിടന്ന് കാണാനുണ്ട്. സംഭവങ്ങളെല്ലാം കണ്ട് ഞങ്ങളൊരു ഉച്ചയായിട്ടോ മീൻ പിടുത്തം തുടങ്ങിയപ്പോൾ. ഇവിടെ മെയിനായിട്ട് വളർത്തുന്ന മീൻ ഇതാട്ടോ. ഇവിടെ ആ ഓടി നടക്കുന്ന ബ്ലൂ ഫിഷിനെ കണ്ടോ, ആ ഫിഷാട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള മീൻ. ഇവിടെ നിന്ന് തന്നെ ഫിഷിൻ്റെ ഫുഡും ചൂണ്ടയും ഒരു നെറ്റും കിട്ടും കേട്ടോ. 5 മിനിറ്റ് ഒരു ക്ലാസ്സും ഉണ്ട് ഈ ഫിഷിനെ എങ്ങനെ പിടിക്കാം കാര്യങ്ങളെല്ലാം. ചൂണ്ടയിൽ മീൻ കുരുങ്ങി കഴിഞ്ഞാൽ നേരെ ഒന്നും വലിച്ചു കയറ്റാൻ പറ്റില്ല. അത് നേരെ നെറ്റിൽ കോരിയെടുക്കണം. നെറ്റിൽ കോരിയെടുത്തിട്ട് ഒരു വടി തരും. അതുകൊണ്ട് നമ്മൾ അടിച്ച് കൊല്ലണം. മീൻ പിടുത്തം ഒരു ഹരാരണം കുറേ പിടിച്ചു. എണ്ണാനൊന്നും നിന്നില്ല. ഇവർ ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ഓരോന്നിനും അതിൻ്റേതായ ചാർജസ് ഉണ്ടേ. ഞങ്ങൾ പോയ ഫാമിലിക്ക് എല്ലാവർക്കും സംഭവം ഇഷ്ടമായി. മസാലകളെല്ലാം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉഡായിപ്പ് മസാലയും കിട്ടും. സംഭവം ഇത് കണ്ടറിയാൻ പാടില്ലേ നിങ്ങൾക്ക് എന്തോരം ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ പറയണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ സൈറ്റിൽ പോയി നോക്കിയാൽ കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തോ, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി.